മൂന്നാറിലെ പള്ളിവാസൽ ടീ ഫാക്ടറിക്ക് തൊട്ടടുത്തുള്ള മൗണ്ട് വാലി റിസോർട്ടിലെ സ്റ്റേയും പിന്നെ അവിടുന്ന് ചിന്നക്കനാലിലേക്കുള്ള ഞങ്ങളുടെ ബൈക്ക് യാത്രയൊക്കെയാണ് കഴിഞ്ഞ വീഡിയോകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ചിന്നക്കനാലിലെ ഒരു അടിപൊളി റിസോർട്ടിലെ കാഴ്ചകളും പിന്നെ ഗ്യാപ്പ് റോഡിലൂടെ യാത്ര ചെയ്ത് ആനയിറങ്കൽ ഡാമിൽ പോയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, ഇവിടെയാണ് നമ്മുടെ റൂം കേട്ടോ. ഞാൻ ആദ്യം റൂമിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പുറത്തും വേറൊരു റൂമുണ്ട്, വേറൊരു സിംഗിൾ ബെഡ്റൂം കേട്ടോ. കിടിലല്ലേ? നമുക്കിവിടെ 4000 ആയത് കേട്ടോ റൂംസ്. അത്യാവശ്യം നല്ല ഇവിടുത്തെ അമ്യൂണിറ്റീസ് ഒക്കെ കൊള്ളാം. ഐ മീൻ ഫുഡൊക്കെ കണ്ടോ. വാഷ്റൂം കൂടെ ഒന്നോ കൊള്ളാം കേട്ടോ. ഒരു പ്രീമിയം പോഷ് ലുക്കൊക്കെ ഉള്ള ഒരു വാഷ്റൂം. റൂം മൊത്തത്തിൽ അങ്ങനെ തന്നെ അത്യാവശ്യം അമ്യൂണിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ടവൽസ് ഉണ്ട്. കൊള്ളാം കേട്ടോ. ഷവർ ഏരിയ സെപ്പറേറ്റഡ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം. കൊള്ളാം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ബൈക്കും എടുത്ത് കറങ്ങാനിറങ്ങി. ആനയിറങ്ങൽ ഡാമിന് തൊട്ടടുത്തായതുകൊണ്ട് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെയും ആനയിറങ്ങൽ ഡാമിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ 2 സൈഡും തേയിലത്തോട്ടങ്ങളും അതിനിടയിൽ കൂടി ഒരു ചെറിയ റോഡും. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓറഞ്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണുമ്പോഴേ അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ വഴി നമ്മൾ ഗ്യാപ്പ് റോഡിൽ പോയി ഇറങ്ങും. പെരിയക്കനാൽ ടീ ഫാക്ടറി നമ്മുടെ ഇടതുവശത്തായിട്ട് കാണാം. അപ്പോൾ അവിടെ നിന്ന് നേരെ തേക്കടി റൂട്ടാണ് നമുക്കിനി പോകേണ്ടത്. പക്ഷെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, മൂന്നാറിലെ ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടങ്ങളുള്ള ഒരു ലൊക്കേഷനാണിത്. പിന്നെ ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു സൈഡിൽ ആനയിറങ്കൽ ഡാമിൻ്റെ റിസർവോയറിൻ്റെ കാഴ്ചകളും കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആനയിറങ്കൽ ഡാമിൻ്റെ ബോട്ടിംഗ് പോയിന്റിലേക്ക് എൻട്രൻസ് കേട്ടോ. അകത്തേക്ക് ഉണ്ട്. വൈകിട്ട് 6 മണി വരെ ഉള്ളൂ കേട്ടോ. ഇതുവഴി നമുക്ക് നേരെ തേക്കടി പോകാൻ കിട്ടും. എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അഡൽസിന് 50 രൂപ, കുട്ടികൾക്ക് 30 രൂപ. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇന്നത്തെ ഗൂഗിൾ പേ ലിമിറ്റ് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പം വരുന്നവർ കുറച്ച് ക്യാഷ് കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നല്ല ഏരിയ കേട്ടോ. തൊട്ടപ്പുറത്തവരെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. എനിക്കൊന്ന് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ആ ഭാഗത്തോട്ട് പോകാതെ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് താഴോട്ട് ഇറങ്ങിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ എനിക്കൊന്ന് നേരിട്ട് തേക്കടിയിലേക്ക് പോകാൻ തോന്നുന്നു. ഇവിടെ നിന്ന് കുറവാം. എന്തായാലും നല്ല കിടിലൻ സ്പോട്ട്. അപ്പോൾ ഇവിടെയാണ് പാർക്കിംഗ് വരുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടാണ് എൻട്രൻസ്, അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. എന്തായാലും ഇവിടെ ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ബോട്ടിംഗ് ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കൊന്നും എന്തെങ്കിലും ഇഷ്യൂസ് കാണുമായിരിക്കാം, അറിയില്ല. അല്ലെങ്കിൽ ഇനി ഓഫ് സീസൺ അങ്ങനെ വല്ലതും ഉണ്ടോ. പക്ഷേ ഇന്ന് സൺഡേ ആണ്. സാധാരണ 6 മണി വരെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എനിക്കൊന്ന് അവിടെയാണ് ആ പാർക്ക്, തൊട്ട് പിന്നിൽ ആ ഡാമിൻ്റെ റിസർവോയർ. പിന്നെ ഇങ്ങോട്ടേക്ക് നടന്ന് കയറാം. നോക്കാം. ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് പോലും ആൾക്കാരൊന്നുമില്ല. ഓഫ് സീസൺ ആണോ? ഈ ആനയിറങ്കൽ ഡാമിൽ ഇപ്പോൾ ബോട്ടിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് വ്യൂ പോയിൻ്റ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കിഡ്സ് പാർക്കുണ്ട്, പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നേരെ ഈ വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് വരെ പോവാം, റിസർവോയറിൻ്റെ തൊട്ടടുത്തത് അവിടെ. ഇത് മറ്റേ ഷട്ടർ ഇല്ലാത്ത ഡാമാണല്ലേ. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ പോകും? എനിക്കൊന്ന് റോഡ് വഴിയും പോകാൻ തോന്നുന്നു അങ്ങോട്ട്. ആയിരിക്കും അല്ലേ? റോഡ് ലാസ്റ്റ് പോകുന്ന അങ്ങോട്ടായിരിക്കും അല്ലേ? ആയിരിക്കാം. ഇതുവഴി തേക്കടി പോവാം. യെസ്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെയൊക്കെ കമ്പിവേലി കേട്ടിട്ടുണ്ട്, പക്ഷെ ആനയൊന്നും കാണാനില്ല. അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ ആനയിറങ്കൽ ഡാമിൽ നിന്നും പുറത്തിറങ്ങി. അവിടെ ബോട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു കുറച്ച് നാളായിട്ട്. അപ്പോൾ അതവിടെ കയറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ കുറേ ദൂരം യാത്ര ചെയ്ത് 50 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് കയറാൻ മാത്രം വൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ ഗ്യാപ്പ് റോഡിൽ ചെന്നപ്പോൾ നല്ലൊരു സൺസെറ്റ്. അപ്പോൾ അതും കണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി.
അപ്പോൾ ഇതാണ് നമ്മുടെ റിഗാലിയ റിസോർട്ടിൻ്റെ നൈറ്റ് ആംബിയൻസ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഇരിക്കാം. ഞങ്ങൾ ഇത്രയും നേരം അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഫുഡ് റെഡിയായെന്ന് പറഞ്ഞുകൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കം റിസപ്ഷൻ ഏരിയ കേട്ടോ. നമ്മുടെ റൂം ഇതോ അവിടെയാണ്, ആ ഭാഗത്താണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ ഇച്ചിരി ലൈറ്റ് കുറവായതൊന്നും ഇവിടെ വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ടും നമ്മളിവിടെ വന്നിരുന്നു. നേരെ ആ റിസർവോയറിൻ്റെ ആ ഒരു വെള്ളം അവിടെ കുറച്ച് ലൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ വന്നിരുന്നതാണ്. എന്തായാലും കിടില ആംബിയൻസ് കേട്ടോ. ആംബിയൻസിന് ഒരു കുറവില്ല. ഇപ്പോൾ നമുക്ക് ഡിന്നർ, ഇതാണ് നമ്മുടെ ഡിന്നർ. നമ്മളിരുന്ന് കഴിക്കുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലാണേ. തൊട്ടപ്പുറത്ത് അയ്യോ ഇത് ഞങ്ങൾ തന്നെ പുറത്തെ കാഴ്ച കാണാം ചെറുതായിട്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. സമയം രാവിലെ ഒരു 6:15. ഇഷ്ടംപോലെ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക്. അവിടെ ആ ഭാഗത്താണ് നമ്മുടെ ആനേരങ്ങൽ ഡാമിൻ്റെ റിസർവോയറൊക്കെ ഉള്ളത് കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. പക്ഷെ ഭയങ്കര തണുപ്പാട്ടോ. അതിലൊരു 13 ഡിഗ്രിയാണ് കാണിക്കുന്നത്. പക്ഷേ നല്ല തണുപ്പുണ്ട്. അതിൽ കൂടുതൽ തണുപ്പ് തോന്നിക്കുമെന്ന് തോന്നുന്നു. കൊള്ളാം. ഫുൾ കിളികളുടെ ഒച്ചയാണ് ഇവിടെ. ആ ഭാഗത്തോട്ട് മുകളിലോട്ടൊക്കെ കാടാണെന്ന് തോന്നുന്നു. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ റിഗാലിയ റിസോർട്ടിൻ്റെ സ്റ്റേ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയമായിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഇരുന്നാണ് നമ്മുടെ എന്താ പറയുക ഇവിടുത്തെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയുന്നത്. നമുക്കിവിടെ ഒരു പാറയൊക്കെ ഉണ്ട് കേട്ടോ. അതോ അവിടെയൊക്കെ പോയിരിക്കാൻ വേണമെങ്കിൽ. ഇപ്പോൾ അവിടെ 2 പേര് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ആക്ച്വലി കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ. ഒന്നാമത് ഇത് ചിന്നക്കനാൽ ഏരിയയാണ്, അതായത് സൂര്യനെല്ലിക്ക് തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊളുക്കുമലയിലൊക്കെ പോകാം. ഞങ്ങൾ ഓൾറെഡി ഫാമിലിയായിട്ടൊക്കെ പോയതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. ഞങ്ങൾ മാത്രമല്ല ഇത്തിരി നേരത്തെ ചെക്കൗട്ട് ചെയ്യണം, അതുകൊണ്ട് കൊളുക്കുമല ട്രിപ്പ് ഞങ്ങൾ അവോയ്ഡ് ചെയ്തു. പക്ഷേ ഇനിയും വരും. ഒരു വീക്ക് ഡേ വന്നിട്ട് തിരക്കൊന്നുമില്ലാത്തപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നമ്മളത് വരും. പിന്നെ ഇവിടുത്തെ വേറെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആംബിയൻസ്, പിന്നെ കിടിലൻ ക്ലൈമറ്റ് ആട്ടോ. വെയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക്, ഞാൻ എന്താ ഇപ്പം നിൽക്കുന്ന വെയിലത്താണ്, പക്ഷേ ഒട്ടും വെയിൽ അറിയുന്നില്ല. നല്ല തണുപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക സൂര്യനെല്ലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിന്നക്കനാൽ എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു ഗ്രാമം ഏരിയയാണ് കേട്ടോ. നമുക്ക് ആ ഒരു വണ്ടികളുടെ തിരക്കോ സൗണ്ടോ ഒന്നും നമുക്കിവിടെ അറിയാൻ പറ്റത്തില്ല. കുറച്ച് ഉള്ളിലോട്ട് വന്ന് മൂന്നാറിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഒരു അടിപൊളി കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്താണ് ഗ്യാപ്പ് റോഡ്. അപ്പോൾ ആ ഗ്യാപ്പ് റോഡിൽ പോയി ഞങ്ങൾ ഇന്നലെ വൈകിട്ടൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. സൺസെറ്റൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക ഒരു കിടിലം പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര പീസ്ഫുൾ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. മൂന്നാർ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ സൂര്യനെല്ലി ചിന്നക്കനാൽ ഭാഗത്തൊന്നും വരാത്തവർ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. നമുക്കങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം റിസോർട്ട് കൂടിയാണിത്. ഭയങ്കര എന്താ പറയുക ലക്ഷറി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ റൂംസൊക്കെ അത്യാവശ്യം പ്രീമിയം ടൈപ്പ് റൂംസാണ്. നമ്മൾ എടുത്തിരുന്ന റൂം ഇതല്ല ആക്ച്വലി, അവിടെയായിരുന്നു. പക്ഷേ അവർ അതിൽ മെയിൻ്റനൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് തന്നു. അവിടുത്തെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതും അത്യാവശ്യം നല്ല റൂമാട്ടോ. 4000 രൂപ തന്നെ നമുക്കതിൽ കൂടുതൽ മേടിച്ചില്ല. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് തന്നു. 4000 രൂപയ്ക്കൊക്കെ നല്ല റൂമായിരുന്നു കേട്ടോ. അതേപോലെ ഫുഡും കിടിലായിരുന്നു കേട്ടോ. ഇന്നലത്തെ ഡിന്നർ ഞങ്ങൾ ഇവിടെ നിന്ന് ചപ്പാത്തിയും അതുപോലെ ഒരു ഗാർലിക് ചിക്കനും പറഞ്ഞു. നല്ല കിടിലം ടേസ്റ്റാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും എനിക്കൊന്ന് പൈസ കൊടുത്തത് അത്രയും നഷ്ടമായിട്ട് തോന്നിയില്ല. കിടിലം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ഒരു ഫീലായിരുന്നു ഇവിടുത്തെ ഫുഡ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അത്യാവശ്യം സ്പ്രെഡ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡാണ്, അല്ലാതെ ഒരു തട്ട് പരിപാടിയൊന്നും അല്ലായിരുന്നു. എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവർ വിളിച്ച് ചോദിച്ചോളുക. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ റിഗാലിയ മൂന്നാർ എന്ന് പറയുന്ന ആ ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇപ്പം നിന്ന് ഔട്ട്ഡോർ പറയുന്നത് ആ ഒരു റിസോർട്ടിൻ്റെ തൊട്ട് സൈഡിലുള്ള ആ ഒരു ചെറിയ പാറയിൽ നിന്നിട്ടാണ്. ഇവിടെ നമുക്ക് ആക്സസ് ഉണ്ട്. നമ്മുടെ പിന്നിലൊക്കെ ആയിട്ട് വലിയ മലകളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചി അനുഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. ഇനിയും ഇതുപോലുള്ള ധാരാളം ബൈക്ക് ട്രിപ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തുടർന്നും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.